ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ജോബ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇതിൽ ചില ജോബുകൾ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത് തന്നെയാണ്. പക്ഷെ പലർക്കും അത് മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. തീർച്ചയായും ഇതിൽ പറയുന്ന എല്ലാ ജോബുകളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഏതെങ്കിലും നിങ്ങൾ അപേക്ഷിക്കാത്തതുണ്ടെങ്കിൽ തീർച്ചയായും പോയി അപേക്ഷിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അവർക്കും കൂടി ചിലപ്പോൾ ഈ ജോലി ഇല്ലാത്ത സമയത്ത് അപേക്ഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ കാരണത്താൽ ഒരു ജോലി ലഭിച്ച നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ളത് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. അപ്പൊ അതിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് 12 വേക്കൻസികളുമായിട്ട് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ അവസാന തീയതി ഇന്നാണ്. 2/6/2020 അപേക്ഷിക്കേണ്ട അവസാന തീയതി. അപ്പൊ അപേക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെയാണ്. 10ാം ക്ലാസ് ആണ് ഇതിലേക്ക് വേണ്ട യോഗ്യത. 18,996 ആണ് ഇതിലേക്ക് വരുന്ന സാലറി സ്റ്റാർട്ടിംഗ് ലഭിക്കുക. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതാണ്. ഇതിന്റെ അപേക്ഷിക്കാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. പിന്നെ വരുന്നത് ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ അഡ്ര ഡിവിഷനിലെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. OT അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അറ്റൻഡന്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ മെയിലായിട്ടുള്ള ഫീമെയിൽ ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല. മൊത്തം 23 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിനിമം യോഗ്യത എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ആണ്. മാക്സിമം ഏജ് ലിമിറ്റ് 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇതിലേക്ക് വരുന്ന സാലറി നോക്കുകയാണെങ്കിൽ 18,000 മുതൽ 19,000 വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി. 4/6/2020 ആണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്ന അവസാന തീയതി. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു റെയിൽവേ ജോലി ആഗ്രഹിക്കുന്ന ഷോർട്ട് ടേം ആയിരിക്കും, ടെമ്പററി ആയിരിക്കും. അപ്പോൾ കോൺട്രാക്ട് ബേസിലുള്ള ഈ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം. പിന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമായ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗ്രാജുവേറ്റ്സ്, ഓപ്പറേഷണൽ ട്രെയിനി, അതുപോലെ മൈനിങ് മേറ്റ്, ബോയിലർ കംപ്രസർ അറ്റൻഡന്റ് തുടങ്ങിയ തസ്തികകളിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിരുന്നു. മൊത്തം 136 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 10ാം ക്ലാസ്, +2, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 35 വയസ്സാണ്. 25,000 മുതൽ 45,900 വരെയാണ് സാലറി. 500 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. എന്നാൽ SC/ST വിമൻ കാൻഡിഡേറ്റ്സ് ഒന്നും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. 22/6/2020 ആണ് ഓൺലൈൻ അപേക്ഷിക്കേണ്ട ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ ഹിമാലയ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഫോറസ്റ്റ് ഗാർഡ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. 8 വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തത്. 10ാം ക്ലാസ്, +2, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 30 വയസ്സാണ്. 18,000 മുതൽ 92,300 വരെയാണ് ഇതിലേക്ക് ശമ്പളം പറയുന്നത്. 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. 30/6/2020 ആണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. തപാൽ വഴി ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം തപാൽ വഴിയാണ് ഇത് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ വരുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള കന്റോൺമെന്റ് ബോർഡ് കസൌലിയിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ. മെഡിക്കൽ ഓഫീസർ, ക്ലർക്ക്, ഫയർമാൻ, ബാരി ഗാർഡ്, അതുപോലെ എക്സ്റേ ടെക്നീഷ്യൻസ്, മസ്ദൂർ, വാൽവ്മാൻ, സഫായി വാല തസ്തികയിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചത്. ടോട്ടൽ 13 വേക്കൻസികളാണ്. 8ാം ക്ലാസ്, 10ാം ക്ലാസ് ഗ്രാജുവേറ്റ്സ് ഉള്ള ആളുകൾക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. 15,600 മുതൽ 39,100 വരെയാണ് സാലറി പറയുന്നത്. 600 രൂപയാണ് ഇതിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക. 15/7/2020 ആണ് സമയമുണ്ട്. ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന്റെ അപേക്ഷാ തീയതി നീട്ടിയതാണ് ഈ കൊറോണ കാരണം. മുമ്പ് ഇതിന്റെ അപേക്ഷാ തീയതി ഏപ്രിൽ മാസമായിരുന്നു, പിന്നെ മെയ് മാസമാക്കി. ഇപ്പോൾ ഇത് ജൂലൈ മാസമാക്കിയിരിക്കണം. 15/7 വരെ അപ്ലൈ ചെയ്യാം. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി 5 വേക്കൻസികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപ്പർ ഡിവിഷണൽ ക്ലർക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, പിയൂൺ തസ്തികയിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്, +2, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. ഏകദേശം 75,000 വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാവുന്ന തസ്തികകൾ ഇതിലുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. 12/6/2020 ആണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി.
ഓഫ്ലൈൻ വഴിയാണ് ഈ തസ്തികയിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ വരുന്നത് NCL ലിമിറ്റഡ്. NCLന്റെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഗ്രാജുവേറ്റ് എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിലേക്ക് 259 വേക്കൻസികളുമായി വന്നിരുന്നു. മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഏകദേശം ഈ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ 50,000 മുതൽ 1,60,000 വരെ സാലറി ലഭിക്കാവുന്ന ഈ തസ്തിക തന്നെയാണ്. 854 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവില്ല, പ്രോസസിംഗ് ഫീ മാത്രമേ ഉണ്ടാവുള്ളൂ. 14/6/2020 ആണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ് 14/6/2020. പിന്നെ മലബാർ ക്യാൻസർ സെന്ററിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. റിസർച്ച് ഓഫീസർ, ലാബ് ടെക്നീഷ്യൻസ്, ലാബ് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് ഇന്റർവ്യൂ നടത്തുന്നത്. 10 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി, ഡിപ്ലോമയാണ്. അതുപോലെ തന്നെ മാക്സിമം ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. 25,000 വരെ ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. ഇന്റർവ്യൂ നടക്കുന്നത് 3/6/2020 ആ ഇന്റർവ്യൂ ഡേറ്റ് മറക്കാതിരിക്കുക. താല്പര്യമുള്ള ആളുകൾക്ക് MCCയിൽ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് ബസിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് 464 ഒഴിവുകളുമായി വിളിച്ചിരുന്നു. 8ാം ക്ലാസ് പാസ്സായവർക്കും അതുപോലെ സെയിം തസ്തികയിൽ പിയൂൺ തസ്തികയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉണ്ടായിരിക്കുക. 16,341 ആണ് ഇതിലേക്ക് വരുന്ന സാലറി സ്റ്റാർട്ടിംഗ് ലഭിക്കുക. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. 15/6/2020 ആണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓഫ്ലൈൻ വഴിയാണ്, തപാൽ വഴിയാ. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം ഫില്ല് ചെയ്ത ശേഷം തപാൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതവിടെ ലഭിക്കേണ്ട അവസാന തീയതിയാണ് 15/6/2020. പിന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, കേരള സ്റ്റേറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ ഫീൽഡ് അസിസ്റ്റന്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അക്കൗണ്ടന്റ് തസ്തികയിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 21 വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത്. 10ാം ക്ലാസ്, +2, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് ലിമിറ്റ് 40 വയസ്സ് തന്നെയാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. 35,300 ആണ് ഇതിലേക്ക് വരുന്ന ശമ്പളം വരുന്നത്. 10/6/2020 മുമ്പ് നിങ്ങൾക്ക് ഇത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ SDMAയുടെ ഒഫീഷ്യൽ പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ നല്ലൊരു അവസരം തന്നെയായിരിക്കും. പിന്നെ വരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സിനെ വിളിക്കുന്നുണ്ട്. 6 വേക്കൻസിയാണ് മൊത്തമുള്ളത്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം പറയുന്നത്. 25,900 വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി പറയുന്നത്. 200 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് അതിൻ്റെതായി ഈ ഒരു ഫീ ഇളവൊക്കെ ലഭിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക. 20/6/2020 ആണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓൺലൈൻ മോഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതിയാണ് 20/6/2020. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പിന്നെ ഇത് നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ് NBPGR പുതിയ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. പ്രൊജക്ട് അസോസിയേറ്റ് തസ്തികയിലേക്ക് 11 വേക്കൻസികളുമായിട്ട് വിളിച്ചിരിക്കുന്നത്. ഗ്രാജുവേറ്റ്സ്, ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. 54,000 രൂപയാണ് ഇതിലേക്ക് വരുന്ന സാലറി ലഭിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. 15/6/2020 ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓൺലൈൻ വഴി തന്നെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായിട്ട് 15/6/2020 വരെ യോഗ്യരായ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓരോന്നും അപ്ലൈ ചെയ്യാം. പിന്നെ കേരള ഗവൺമെന്റിന്റെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മത്സ്യഫെഡിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് മാനേജ്മെന്റ് ട്രെയിനി, മാർക്കറ്റിംഗ്, അക്കൌണ്ടിംഗ്, ടെക്നിക്കൽ, ജൂനിയർ എക്സിക്യൂട്ടീവ് ആൻഡ് ക്വാളിറ്റി സൂപ്പർവൈസർ തസ്തികയിലേക്കൊക്കെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 37 വേക്കൻസികളാണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ്, +2, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. മാക്സിമം 35 വയസ്സാണ്. 40,000 വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ലാസ്റ്റ് ഡേറ്റ് 10/6/2020 ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾക്ക് മത്സ്യഫെഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ താഴെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലോ പോയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഈ അവസരം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കേരള ഗവൺമെന്റിന് കീഴിലുള്ള അവസരമാണ്.
പിന്നെ കേരള പോലീസിലേക്ക് വിളിച്ചിരുന്നില്ല. കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ആൻഡ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപ്പൊ ഇത് എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് വിഭാഗത്തിനും അതുപോലെ തന്നെ ചില ജില്ലകളിലും അതുപോലെ ചില താലൂക്കുകളിലും മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അത് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. 125 വേക്കൻസികളാണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് ആണ് മിനിമം യോഗ്യത പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന്റെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ജസ്റ്റ് ഫിസിക്കൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഈ ഒരു എക്സാമിന് ഉണ്ടായിരിക്കുക. റിട്ടേൺ ടെസ്റ്റ് കുറവായിരിക്കും ഇത്തരത്തിലുള്ള എക്സാമിന്. ഏജ് ലിമിറ്റ് മാക്സിമം 31 വയസ്സാണ്. സാലറി 48,000 വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇത് ഓൺലൈൻ ആയിട്ടല്ല അപ്ലൈ ചെയ്യേണ്ടത്, ഓഫ്ലൈൻ വഴിയാണ്. നിങ്ങൾക്ക് പോലീസ് കേരള PSCയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം ഫില്ല് ചെയ്ത ശേഷം വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ. കേരള PSCയുടെ ഓഫീസിലേക്കാണ് ഇത് അയക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ചിലപ്പോൾ ഫിസിക്കൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കും. സാധാരണ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ചില സമയങ്ങളിൽ എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം. 24/6/2020 വരെ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും ജോബ് അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഇതുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കൂടുതൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.